പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തിനെതിരെ ജാഗരൂകരാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം രാജ്യത്തെ പൗരനുണ്ട്. അനധികൃത കുടിയേറ്റം എന്ന വെല്ലുവിളി നേരിടേണ്ടത് അത്യാവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച 4ാമത് പി പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തിനെതിരെ വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ പ്രലോഭനങ്ങളിലൂടെയുള്ള മതമാറ്റത്തിനെതിരെ ജാഗരൂകരാകണം. Providing succor and in a subtle way suggesting change of religion, which is labeled as conversions. The country allows everyone to have a religion of his or her choice. This is our fundamental right. This is handed us from our civilizational wealth. But if this is tempered with, it is tweaked. അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെ ഒരു രാജ്യത്തിന് ഉൾക്കൊള്ളാനാകുമെന്ന് ചോദിച്ച ഉപരാഷ്ട്രപതി വെല്ലുവിളി നേരിടേണ്ടതിനെക്കുറിച്ച് ഓരോ ഭാരതീയനും ബോധവാന്മാരാകണമെന്നും ഓർമ്മിപ്പിച്ചു. Addressing these challenges, which are very daunting, policy interventions alone are not sufficient. We have to appreciate and recognize these challenges as existential to our nationalism and also to our democracy. True devotion to Bharat Mata means not merely celebrating its spiritual heritage, but actively protecting its erosion caused by demographic transformation. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഇന്ത്യയുടെ ഭാവി എന്നീ വിഷയങ്ങളിലായിരുന്നു ഉപരാഷ്ട്രപതി പ്രഭാഷണം നടത്തിയത്. രാജ്യം നേടിയ വളർച്ചയെക്കുറിച്ചും വാചാലനായ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നവോത്ഥാന നായകരെയും ഓർക്കുന്നത് പോലെയാണ് പരമേശ്വർജിയെ ഓർമ്മിക്കുന്നതെന്നും പറഞ്ഞു. In 2018 with the second highest civilian award of Padma Vibhushan, but these decorations do not completely define the man in whose memory we are having this lecture. The tribute which we can pay to such towering figures who amplify our values, epitomizes our cultural essence. The best of human values is to follow what he exemplified. We must emulate the value system that he professed. 4ാമത് പി പരമേശ്വർജി സ്മാരക പ്രഭാഷണ വേദിയിൽ ഭാരതത്തിന്റെ ദ്വിതീയ വനിത സുദേശ് ധൻകർ, സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, ഭാരതീയ വിചാര കേന്ദ്രം അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി, മുൻ കേന്ദ്രമന്ത്രിമാരായ ഒ രാജഗോപാൽ, വി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രമുഖരും പ്രഭാഷണം കേൾക്കാനെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.